പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒന്നാണ് നമ്മുടെ ആരോഗ്യം. ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ ആരോഗ്യം. ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയമാണ്. ആരോഗ്യജീവിതം ഈ പ്രകൃതിയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. പ്രകൃതിയോട് ചേരാതെ ആരോഗ്യമില്ല, പ്രകൃതിയോട് ചേരാതെ ആത്മീയ ജീവിതവുമില്ല. എല്ലാ തരത്തിലും പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ വിധിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ് ഞാനും നിങ്ങളും. അതിലേറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജലവുമായിട്ടുള്ള ബന്ധമുള്ള ഒരു ജീവിതമാണ്. അന്നവും അഗ്നിയും ജലവും, ഈ മുക്കൂട്ടാണ് നമ്മുടെ ശരീരത്തിലും ഈ പ്രകൃതിയിലും നിറഞ്ഞു നിൽക്കുന്നത്. ജലം മലിനപ്പെട്ടാൽ ആരോഗ്യം താറുമാറാകും. പ്രകൃതി മലിനപ്പെട്ടാൽ ജലം മലിനപ്പെടും. ജലവും നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും വൃത്തിയായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശുദ്ധജലം കിട്ടാതെ വരുന്നു എന്നുള്ളത് ആരോഗ്യ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ശുദ്ധജലം എന്ന് പറയുന്നത് മഴവെള്ളമാണ്. ഏറ്റവും നല്ല ജലം മഴവെള്ളമാണ്. രണ്ടാമത് ഉറവയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ ജലമാണ് കിണറ്റിൽ നിന്ന്. ബോർവെല്ലിലെ ജലം അത്ര ശുദ്ധജലമല്ല. ഓപ്പൺ വെല്ലിലെ ജലം, സാധാരണ കിണറിലെ ജലം നല്ലതാണ്. ഏറ്റവും നല്ലത് മഴവെള്ളമാണ്. പക്ഷേ ഈ മഴയെ നമ്മൾ ഒത്തിരി തെറ്റിദ്ധരിക്കുന്നുണ്ട്. മഴ നനഞ്ഞാൽ പനി വരും, മഴ നനഞ്ഞാൽ മറ്റ് മാരക രോഗങ്ങൾ വരും എന്നിങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ശരിക്കും മഴ ഒരു രോഗവും വരുത്തുന്നില്ല. മഴ നമുക്ക് നൽകുന്നത് അമൃതാണ്. ജലം അമൃതാണ്. ജലം അമൃതാണ്. ജലത്തിൽ നിന്നാണ് ജീവൻ ഉത്ഭവിക്കുന്നത്. ഈ ജലത്തിൻ്റെ അപാരതയിലാണ് ഞാനും നിങ്ങളുമൊക്കെ നിമഞ്ജനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ജലത്തെ ഉപാസിക്കാൻ, ജലത്തോട് സംവദിക്കാതെ, ജലത്തോട് സംസാരിക്കാതെ, ജലത്തെ ആദരവോടുകൂടി കാണാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോവില്ല. നമുക്ക് മഴയിലേക്കൊന്ന് തിരിച്ചു വരാം. മഴ നൽകുന്നത്, ശരിക്കും കൊണ്ടുവരുന്നത് അമൃതാണ്. അമൃത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് മഴയെ ആരോഗ്യത്തോടുകൂടിയും തുറവിയോടുകൂടിയും സമീപിക്കാൻ നമുക്ക് കഴിയണം. പണ്ടൊക്കെ ഈ മഴ നനയാനായിട്ട് മാതാപിതാക്കൾ നിർബന്ധിക്കുമായിരുന്നു. മഴ നനഞ്ഞിട്ട് വാടാ എന്ന് പറയുമായിരുന്നു. പിള്ളേരെയൊക്കെ മഴയിലേക്ക് ഇങ്ങനെ തള്ളിവിടും. മഴ നനഞ്ഞിട്ട് വന്നാൽ മതി. ഇന്ന് നേരെ തിരിച്ചാ, മഴ നനയാൻ പാടില്ല. ഒരു തുള്ളി വെള്ളം ദേഹത്തെ വീഴാൻ നമ്മൾ അനുവദിക്കില്ല. ഇപ്പം വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്നു, മഴയത്ത് യാത്ര ചെയ്യുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുടെ കുടയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നമ്മുടെ ശരീരത്തിൽ വീണാൽ നമുക്ക് അസ്വസ്ഥമായി. നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നു, നമ്മൾ കോപിക്കുന്നു, വേണമെങ്കിൽ വഴക്കുണ്ടാക്കാൻ പോലും അത് കാരണമാകുന്നുണ്ട്. അങ്ങനെ കാരണമായിട്ടുമുണ്ട്. ഈ ജലത്തിൻ്റെ പേരിലുള്ള യുദ്ധം അത് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ജലത്തിൻ്റെ പേരിൽ വഴക്കിട്ട് എത്രയോ പേരെ കൊന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലമൊക്കെ വരുമ്പോൾ ഈ പഴയ കാലത്ത് ഈ ചെറിയ ഉറവകളൊക്കെ കാണും. അവിടെ നിന്ന് വെള്ളം കോരാനായിട്ട് വഴക്കുണ്ടാക്കുന്നു. ഇതെല്ലാം നമ്മുടെ ആരോഗ്യ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ആരോഗ്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ജലത്തെ ഉപാസിക്കണം. ജലത്തിൻ്റെ ഉപാസകരായിട്ട് നമ്മൾ മാറണം. ധാരാളം ജലം കുടിക്കാൻ, മഴ നനയാൻ, മഴവെള്ളം കുടിക്കാനൊക്കെ നമുക്ക് സാധിച്ചാൽ ആരോഗ്യം ഒരു പരിധിവരെ നമുക്ക് നിലനിർത്താൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ മഴക്കാലം വരുമ്പോഴത്തേക്കും മഴക്കാല രോഗങ്ങളെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മഴക്കാല രോഗങ്ങളെന്ന് പറഞ്ഞ ഒന്നില്ല. അത് നമ്മളെ പേടിപ്പിക്കുന്ന ഒന്നാണ്. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് മഴക്കാല രോഗങ്ങൾ. കാരണം മഴ രോഗം വരുത്തുന്നില്ല. മഴ എപ്പോഴാണ് രോഗം വരുത്തുന്നത്? അല്ലെങ്കിൽ മഴക്കാലത്ത് എങ്ങനെ രോഗം വരുന്നത്? മഴ അമൃതാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഈ അമൃതാകുന്ന വെള്ളം നമ്മളുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാക്കുന്ന വേസ്റ്റിലേക്ക് വീണ് ഈ മാലിന്യങ്ങളെല്ലാം നമ്മുടെ കുടിവെള്ളത്തിലേക്കും കിണറിലേക്കും ഒഴുകി വന്ന് വീഴുമ്പോഴാണ് ഈ മഴക്കാല രോഗങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തും നമ്മുടെ റോഡ് സൈഡുകളും നമ്മുടെ വീടും പരിസരവും നമ്മുടെ നാടുമെല്ലാം മാലിന്യ വിമുക്തമായാൽ, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാലിന്യ വിമുക്തമായാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മഴക്കാലത്തൊന്നും പേടിക്കേണ്ടതില്ല. അല്ലെങ്കിൽ ഫാക്ടറികളിൽ നിന്നൊക്കെ ഒലിച്ചു വരുന്ന ഈ വിഷാംശങ്ങൾ മുഴുവൻ നമ്മുടെ ശുദ്ധജലത്തെ ഇല്ലാതാക്കുകയാണ്. ജപ്പാനിൽ മിനിമാത എന്ന് പറയുന്ന ഒരു രോഗം വന്ന് ഒരുപാട് പേര് തളർന്ന് പോയതും ഒരുപാട് പേര് മരണപ്പെട്ടതുമായ ഒരു ചരിത്രമുണ്ട്. മിനിമാത എന്ന് പറയുന്ന ഒരു കടലെടുക്ക. ഈ കടലിൻ്റെ തീരത്തെല്ലാം പൾപ്പ് ഫാക്ടറികൾ ധാരാളം ഉണ്ടായിരുന്നു. അതിൽ നിന്നും മെർക്കുറിക് അയോൺ ഈ ജലത്തിലേക്ക് ഒഴുകി വന്ന് മീനുകൾ ചത്തുപോകുന്നു. അവിടെയുള്ള സസ്യങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾ വരുന്നു. ചിലത് ഈ വിഷാംശം സ്വീകരിച്ചിട്ട് മീന് ചാകാത്ത മീനുകളുണ്ട്, പ്രശ്നം വരാത്ത സസ്യങ്ങളുണ്ട്. അത് കഴിക്കാനിടയായ മനുഷ്യരുടെ എല്ലാം ഒരു സൈഡ് തളർന്നു പോയി കുറച്ച് പേര് മരണപ്പെട്ടു എന്നൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ മാലിന്യങ്ങളെല്ലാം ജലത്തിലേക്ക് ഒരു കാരണവശാലും ഒഴുക്കി വിടരുത്. ജനതയുടെ ബോധത്തിലാണ് രാജ്യത്തിൻ്റെ ആരോഗ്യം.
നമ്മുടെ ബോധം പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ഇല്ല, ചിന്തയും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ആരോഗ്യത്തെ വളരെ കൃത്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ചിന്തിക്കാൻ, വളരെ കൃത്യമായിട്ട് ജലവുമായിട്ട് സംവദിക്കാൻ നമുക്ക് കഴിയണം. അരിശവും ദേഷ്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കരുത്. അരിശത്തോടെ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ കുളിക്കരുത്. ശുദ്ധജലത്തിൽ കുളിക്കുക, ശുദ്ധജലം കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ അതുപോലെ. കാരണം ജലം അത്രമാത്രം ശാന്തമാണ്. ആഴത്തെയും വിശാലതയും സൂചിപ്പിക്കുന്നതാണ് ജലമെന്ന് പറയുന്നത്. നമ്മുടെ ആഴമുള്ള ഒരു അവസ്ഥ, വിശാലമായൊരു മനസ്സിൻ്റെ ഭാവം, അതുണ്ടെങ്കിലേ ജലത്തെ സമീപിക്കാവൂ. നമ്മുടെ ശരീരം മുഴുവൻ ജലമാണ്, 3/4% ജലമാണ്. ഭൂമിയുടെ 3/4% ജലമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ മുഴുവൻ ജലമാണ്. അപ്പോൾ ഈ ജലത്തിലാണ് ആത്മാവ്, ജലത്തിലാണ് ജീവൻ, ജലത്തിലാണ് ഉത്ഭവം. അതുകൊണ്ട് ജലത്തെ ഒരു പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണാനും ഈ ആരോഗ്യ ജീവിതത്തിൽ ജലത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് പരിശ്രമിക്കാം.